കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. ദത്തൻ അത് പറഞ്ഞതും പാർത്തിയുടെ മുഖം ആകെ മാറി. എന്തോ പോയി അണ്ണാനം പോലെ നിൽക്കുന്ന അവനെ കണ്ട് ദത്തനും ചിരി വന്നിരുന്നു. നിനക്കിത് സ്റ്റേഷനിൽ പോകണ്ടേ? ആ എന്നാ ഞാനേ ഓഫീസ് റൂം വരെ പോട്ടെ, കുറച്ച് ഫയൽ എടുക്കാനുണ്ട്. ദത്തൻ പോയതും പാതി ദേഷ്യത്തിൽ അവളുടെ കയ്യിൽ പിടിച്ചു. നീ വേറെ കല്യാണം കഴിക്കോ? ദേവൻ പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥം താടി കുന്തം. താൻ്റെ തലക്കകത്ത് ഒന്നുമില്ലടോ. താൻ ദത്തനോട് എന്നെ അറിയില്ലെന്ന് പറഞ്ഞേ. അതിനെന്താ, നമ്മൾ തമ്മിൽ അറിയാത്ത പോലെ അഭിനയിക്കുന്നതല്ലേ നല്ലത്. ഓ, പോൻ്റെ മോനെ മുഖം കണ്ട അഭിനയാണെന്ന് പറയത്തേയില്ല, അത്രക്കും ആർട്ടിഫിഷ്യലായിരുന്നു. നീ ഇത്രയ്ക്ക് ചൂടാവുന്ന എന്തിനാ? അതിനിവിടെ എന്താ ഉണ്ടായത്? ഏയ്, ഒന്നും ഉണ്ടായില്ലല്ലോ. എടാ ഏട്ടൻ പോട്ടാ, ദത്തനും പറഞ്ഞൊക്കെ എല്ലാം അറിയാം. എല്ലാം എന്ന് പറഞ്ഞ ആമി കുറച്ചു മുമ്പ് ദത്തൻ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിക്ക് പറഞ്ഞു കൊടുത്തതും അവൻ്റെ കിളികളെല്ലാം നാട് വിട്ടു. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? പാർട്ടി ടെൻഷനോടെ ചോദിച്ചു. ഇനി എന്ത് ചെയ്യാൻ? ദത്തനെ കണ്ടോ തലവഴി ഇനി മുണ്ടിട്ട് നടന്നോ? സ്വയം നാണം കെട്ടത് പോരാ, മറ്റുള്ളവർ കൂടി നാണം കെടുത്തി. ആമി അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. വർണ്ണയുടെ റൂമിലെത്തി ആമി കയ്യിലെ ചായ വർണ്ണക്ക് കൊടുത്തു. ആമി ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് വർണ്ണയൊന്നും ഞെട്ടിയിരുന്നു. അതിനേക്കാൾ ഉപരി അവൾക്ക് ആമി ഒരു ആശ്വാസമായിരുന്നു. കിട്ടുന്ന ഗ്യാപ്പിൽ വർണ്ണ പാർട്ടിയുടെ പേര് പറഞ്ഞ് അവളെ കളിയാക്കിയിരുന്നു. ഇന്നലെ ദത്തൻ വരുന്നത് പാർട്ടിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവളോട് റൂമിൽ കിടക്കാൻ നിർബന്ധിച്ചത്. പക്ഷേ ആമി വരുന്ന സ്വപ്നത്തിൽ പോലും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല, രാത്രി ആയതിനാൽ ദത്തൻ ആമിയെ ഭദ്രയുടെയും ശിലുവിൻ്റെയും റൂമിലായിരുന്നു ആക്കിയത്. വർണ്ണ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഡൈനിങ് ടേബിളിലായി പാർവതി ഫുഡ് കഴിക്കുകയാണ്. ആമിയാണെങ്കിൽ നേരെ ശിലുവിൻ്റെ റൂമിലേക്ക് പോയി. വർണ്ണ പാർവതിയുടെ അടുത്തേക്ക് നടന്നു. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ഇന്നലെ നേരത്തെ എണീറ്റോ? കുളിയും കഴിഞ്ഞിട്ടുണ്ടല്ലോ. വെറുതെ ഒരു ചേഞ്ചിന്. ചേച്ചി ഇന്ന് ഓഫീസിൽ പോവാണോ? പോവണം. ഈ വീക്ക് ഫുള്ള് വർക്ക് ലോഡാണ്. ഗുഡ് മോർണിംഗ്. ശബ്ദം കേട്ട് പാർവതിയും വർണ്ണയും അവിടേക്ക് നോക്കി. പുഞ്ചിരിച്ച് നിൽക്കുന്ന ധ്രുവിയെ കണ്ടതും പാർവതി മുഖം തിരിച്ചു. ആ ധ്രുവേട്ടാ, വാ ഇരിക്ക്. എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? നിമ്മി വന്നു പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന വഴി ഇവിടെ ഒന്ന് കയറി അവളെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. നിമ്മി ചേച്ചി എണീറ്റില്ലെന്ന് തോന്നുന്നു. താഴേക്ക് കണ്ടില്ല. ഏട്ടനിരിക്ക്, ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. എന്നാൽ ഞാൻ ചായ എടുക്കാം. അത് പറഞ്ഞ് വർണ്ണയൊന്ന് ആക്കി ചിരിച്ച് അടുക്കളയിലേക്ക് പോയി. എന്താ പാർവതി തമ്പുരാട്ടി ഒരു മൈൻഡില്ലാത്തേ? തന്നെ നോക്കാതെ തലകുനിച്ച് ഭക്ഷണം കഴിക്കുന്ന പാർവതിയോട് അവൻ ചോദിച്ചു. നത്തിങ്. അവൾ തലയുർത്താതെ തന്നെ പറഞ്ഞു. സാരി നന്നായിട്ടുണ്ടല്ലോ. ഈ മനപ്പുറത്തെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ധ്രുവി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ അവൾ തലയുർത്തി നോക്കി. പിന്നെയാണ് അവൾക്ക് മനസ്സിലായത് രണ്ടുപേരുടെയും ഡ്രസ്സിൻ്റെ നിറം. പാർവതിയുടെ മുഖത്ത് അമ്പരപ്പുണ്ടായെങ്കിലും അവളത് മറച്ചു വെച്ചു. നീ എൻ്റെ ദേവി, ഞാൻ തൊഴുതു പോകുന്ന രൂപം, നീയെന്നും എന്നും എൻ്റെ ഹൃദയ സംഗീത മന്ത്രം, അത്രമേലൊന്നാണ് നമ്മൾ. ഇതൊരു പാട്ടാണ്, എനിക്കറിയില്ല. ധ്രുവി താടിക്ക് കൈ കൊടുത്ത് പാർവതിയെ നോക്കി ഈണത്തിൽ പാടിയതും പാർവതി അവനെ നോക്കി പേടിപ്പിച്ചു. ഏത് ദേവിയോ ധ്രുവേട്ടാ? പാർവതി ദേവിയോ, ലക്ഷ്മി ദേവിയോ, സരസ്വതി ദേവിയോ? ചായയുമായി വന്ന വർണ്ണ ചോദിച്ചു. അത് പിന്നെ ചോദിക്കാനുണ്ട് പറഞ്ഞ മോളെ, നമ്മുടെ പരമശിവന്റെ പാർവതി തന്നെ. ധ്രുവി പറയുന്നത് കേട്ട് പാർവതി ഭക്ഷണം കഴിക്കൽ നിർത്തി കൈ കഴുകാൻ പോയി. ഹായ് ധ്രുവേട്ടാ. കോളേജിലേക്ക് പോകാൻ ബാഗും തൂക്കി ഭദ്ര റൂമിന് പുറത്തേക്ക് വന്നു. അമ്പടെ കള്ള, റെഡ് ഷർട്ടോ? അപ്പൊ ഇതിനായിരുന്നല്ലേ രാവിലെ വിളിച്ച് പാർച്ചേച്ച ഡ്രസ്സിന്റെ കളർ ചോദിച്ചേ? ഭദ്ര പറഞ്ഞതിന് ശേഷമാണ് വാഷ് ബേസിന്റെ അടുത്ത് പാർവതി നിൽക്കുന്നത് കണ്ടത്. ഷിലു, ഞാൻ ഗേറ്റിന് പുറത്തുണ്ടാവും, നീ അങ്ങോട്ട് വന്നാൽ മതിയേ. പാർവതിയുടെ വായിൽ നിന്നും എന്തെങ്കിലും കേൾക്കുന്നതിന് മുമ്പേ ഭദ്ര ബാഗും താങ്ങി പിടിച്ച് ഓടി. പാർവതി ധ്രുവിയെ ഒന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം മുകളിലേക്ക് കയറിപ്പോയി. ഇതാര്? ധ്രുവിയേട്ടനോ? കണ്ടിട്ട് എത്ര നാളായി? സ്റ്റെയറിറങ്ങി വന്ന നിമ്മി ധ്രുവിയെ നോക്കി ചോദിച്ചു. അവളുടെ കൂടെ അഭിയുണ്ടായിരുന്നു. ഓ, മഹാറാണി പള്ളിയിറക്കം കഴിഞ്ഞ് എണീറ്റോ? അടിയൊന്ന് തല കാണിക്കാൻ വന്നതാണേ. നമ്മളേക്ക് ഓർമ്മയുണ്ടാവോ ബാംഗ്ലൂരുകാർക്ക്? പോ ധ്രുവിയേട്ടാ, ചുമ്മാ കളിയാക്കാതെ. അവൾ അവൻ്റെ അരികിലുള്ള ചെയറിൽ വലിച്ചിട്ടിരുന്നു. അഭി കൂടെയുള്ള കാരണം വർണ്ണ അടുക്കളയിലേക്ക് പോയി. നിമ്മി അഭിജിത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവർ കുറച്ചു നേരം പരസ്പരം സംസാരിച്ചിരുന്നു. ചെറിയമ്മ, ഞാൻ ഇറങ്ങാം. വർണ്ണ. ഷിലു ബാഗുമായി ഡൈനിങ് വന്നു. ചെറിയമ്മ അടുക്കള പോട്ടാ. ഷിലു, നീ ഇറങ്ങിയോ? ചേച്ചി എവിടെ? ചേച്ചി കുളിക്കാം. എന്നാൽ ഞാൻ പോവാം, വൈകുന്നേരം കാണാം. അവൾ വർണ്ണയെ കൈവീശി കാണിച്ചു. എക്സ്ക്യൂസ് മീ.
ഞങ്ങൾ 3 പേര് ഇവിടെ പന പോലെ ഇരിക്കുന്നത് ഭവതി കണ്ടില്ലയാവോ? തങ്ങളെ മൈൻഡ് ചെയ്യാതെ പോകുന്ന ശിലുവിനെ നോക്കി നിമ്മി ചോദിച്ചു. സോറി എന്നെ നിമ്മിക്കുട്ടി, പോകാനുള്ള തിരക്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. ശിലു അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നിന്റെ ഏട്ടന്മാരൊക്കെ എവിടെ? പ്രത്യേകിച്ച് ശ്രീ. അവന് ഫോൺ ഓഫ് ചെയ്ത് എവിടെ പോയതാ? ശ്രീയേട്ടൻ വല്ല മലയുടെയും മണ്ടയിൽ പോയി ഇരിക്കുന്നുണ്ടാകും. നിമ്മി ചേച്ചി വന്ന അന്ന് പോയതാ. പിന്നെ ഈ സമയം വരെ വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്കുള്ളതായി മുങ്ങല്. തിരിച്ചു വരുമായിരിക്കും. ശിലു ബാഗ് ശരിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആ, പാർത്തിയോ? ധ്രുവി ചോദിച്ചു. ഞാനെവിടെ ഉണ്ടെൻ്റെ അളിയോ? പാർത്തി പോലീസ് യൂണിഫോമിൽ താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു. തറവാട്ടിൽ വലിയ കുറേ ഏട്ടന്മാരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരനിയത്തി ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് ദിവസം 2 ആയി. ഒരാൾക്ക് പോലും അടുത്തിരിക്കണമെന്നോ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നോ ഒരു വിചാരമില്ല. നിമ്മി അവൻ വരുന്നത് കണ്ട് പരാതിയോടെ പറഞ്ഞു. അപ്പം നിങ്ങൾ ഏട്ടന്മാരും അനിയത്തിയും കൂടി പരാതിയും പരിവൊക്കെ തീർക്ക്. ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. ശിലു യാത്ര പറഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി. ഏട്ടൻ 2 ദിവസമായി തിരക്കിലായിരുന്നടാ, അതുകൊണ്ടല്ലേ. എൻ്റെ നിമ്മിക്കുട്ടി വിശേഷങ്ങളൊക്കെ പറ. പാത്തി നിമ്മിയുടെ അരികിലിരുന്ന് കൊണ്ട് പറഞ്ഞു. എനിക്കറിയാട്ടാ ഏട്ടൻ്റെ തിരക്കൊണ്ടാണെന്ന്. ഞാൻ വെറുതെ പറഞ്ഞതാ. പിന്നെ ഏട്ടാ, ഇതാ ഞാൻ പറഞ്ഞ അഭിജിത്ത്. ജിത്തു, ഇതെൻ്റെ ഏട്ടൻ പാർത്തി, SI ആണ്. നിമ്മി അവരെ പരസ്പരം പരിചയപ്പെടുത്തി. നാട്ടിലെവിടെയാ അഭിജിത്തിൻ്റെ വീട്? പാർത്തി ചോദിച്ചു. തൃശ്ശൂരാണ്. എന്നാലും നിമ്മി മിണ്ടാ പൂച്ചേപ്പിൽ ഇരുന്നിട്ട് അവസാനം നീ കാലൊടിച്ചല്ലോ. ധ്രുവി താടിക്ക് കൈകൊടുത്ത് പറഞ്ഞു. അല്ല, അബിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പാർട്ടി അത് ചോദിച്ചതും വർണ്ണയും അവൻ്റെ മറുപടിക്കായി കാത്തു നിന്നു. വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഒരു അനിയത്തി. വേറെ ആരുമില്ലേ? പാർട്ടി ചോദിച്ചു. നീ മെയിൻ ആളെ പറയാൻ വിട്ടുപോയി ജിത്തു. ഏട്ടാ, അതൊരു കഥയാണേ, ഞാൻ ചെറുതാക്കി പറഞ്ഞു തരാം. ജിത്തുവിൻ്റെ അമ്മക്കൊരു ബ്രദറുണ്ടേ. ആ ബ്രദറും വൈഫും മരിച്ചപ്പോൾ അവരുടെ മകളെ ജിത്തുവിൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. മുറപ്പെണ്ണായതുകൊണ്ട് ജിത്തുവിന് ആ കുട്ടിയെ നല്ല ഇഷ്ടമായിരുന്നു. ആ കുട്ടിക്ക് തിരിച്ചും. ആ കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളും മറ്റും ആവശ്യങ്ങളും ജിത്തു തന്നെയാണ് ചെയ്തു കൊടുത്തിരുന്നത്. പക്ഷേ ഫിനാൻഷ്യലി ഇവനേക്കാൾ ബെറ്ററായ മറ്റൊരാളെ കിട്ടിയപ്പോൾ ആ കുട്ടി ജിത്തുവിനെ ചതിച്ചു. പലവട്ടം ഇവൻ ആ കുട്ടിയുടെ കാല് പോലും പിടിച്ചതാണ്. ആ കുട്ടി തിരിച്ചു വന്നാൽ സ്വീകരിക്കാനും തയ്യാറായിരുന്നു. പക്ഷേ ഇവൻ്റെ സ്നേഹത്തേക്കാൾ അവൾക്ക് വലുത് പണമായിരുന്നു. ആ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ കുറേ പെൺപിള്ളേരുണ്ട്, സ്നേഹത്തിന് ഒരു വിലയും നൽകാത്തവർ. ഡ്രസ്സ് മാറ്റും പോലെയല്ലേ കാമുകന്മാരെ മാറ്റുന്നത്. കഷ്ടം. ധ്രുവി വെറുപ്പോടെ പറഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. അവൾ പാവാം. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരുന്നത് പോലും. അവൾ പോലും സന്തോഷമായിട്ടിരിക്കണം. അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. ഒരു ശല്യമായി ഞാൻ ഒരിക്കലും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലില്ല. അഭിജിത്തിൻ്റെ നിഷ്കളങ്കമായ സംസാരം വർണ്ണയെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു. കണ്ടോ, ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവൻ ആ കുട്ടിയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഇത്രയ്ക്ക് പാവാൻ പാടില്ല ജിത്തു. നിമ്മി പരാതിയോടെ പറഞ്ഞു. സാരല്ല, അവളെന്നെ വിട്ടുപോയപ്പോൾ മരിക്കാൻ വരെ തോന്നിയതാ. ഒരുപക്ഷെ പൂർണ്ണിൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ ഞാനിന്ന് ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. അഭിജിത്ത് നിമ്മിയെ നോക്കി പറഞ്ഞു. ആ കുട്ടി ഇപ്പം എവിടെയുണ്ട്? പാർട്ടി ചോദിച്ചു. അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. തന്നെ നോക്കി അഭിജിത്ത് പറഞ്ഞതും വർണ്ണ വല്ലാതെ പേടിച്ചു പോയിരുന്നു. ദൈവത്തിനറിയാം സത്യങ്ങൾ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. സ്റ്റേഷനിൽ കുറച്ച് കേസുകൾ അത്യാവശ്യമായിട്ട് തീർക്കേണ്ടതുണ്ട്. പാർട്ടി അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ട് എണീറ്റ് പുറത്തേക്ക് നടന്നു. ഇറങ്ങാൻ നേരം അവൻ ചുറ്റും മാമിയെ തിരിഞ്ഞെങ്കിലും അവൾ എവിടെയും കാണാനില്ല. അവൻ നിരാശയോടെ ജീപ്പും എടുത്ത് പുറത്തേക്ക് പോയി. എന്നാലേ ഞാനും ഇറങ്ങാം. ഹോസ്പിറ്റലിൽ പോകാൻ ടൈമായി. ശ്രീ വീട്ടിൽ തിരിച്ചെത്തി എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞേക്കേ. അതും പറഞ്ഞ് അവനും പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങാൻ നേരം പാർവതിയെ നോക്കിയെങ്കിലും കണ്ടില്ല. അവൻ കാറിൻ്റെ ഡോറ് തുറന്ന് കയറാൻ നിൽക്കുമ്പോൾ വെറുതെ ഒന്ന് മുകളിലേക്ക് നോക്കി. അവിടെ ഫോണിൽ ആരോടോ സംസാരിച്ച് നിൽക്കുന്ന പാർവതിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഓയ് മേരാ ജാൻ പാറു, ചേട്ടൻ പോവാ, പിന്നെ കാണാം. അവൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പോടാ, അവൾ തിരിച്ചു പറഞ്ഞു. മറുപടിയായി അവനൊരു ഫ്ലൈയിങ് കിസ് കൊടുത്ത് കാറിൽ കയറിപ്പോയി. ജിത്തു, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. വർണ്ണ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാട്ടോ. നിമ്മി എഴുന്നേറ്റ് പോയതും അവിടെ വർണ്ണയും അഭിജിത്തും മാത്രമായി. അബി അവളെ നോക്കി ഒരു വശലം ചിരിച്ചതും വർണ്ണ ദേഷ്യത്തിൽ അടുക്കളയിലേക്ക് നടന്നു. ഏട്ടത്തി അങ്ങനെ അങ്ങ് പോയാലോ? ഒന്ന് നിന്നേ. അബി അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ആരോടോ നിന്റെ ഏട്ടത്തി? നീ നിമ്മി ചേച്ചി ചതിക്കുകയല്ലേ? സത്യങ്ങൾ അറിയുമ്പോൾ ചേച്ചി തന്നെ നിന്നെ അടിച്ച് പുറത്താക്കും. അവന് നേരെ കൈ ചൂണ്ടി വർണ്ണ പറഞ്ഞു. പിന്നെ എൻ്റെ ഭാര്യ അവൻ പോകുന്നവളുടെ ഏട്ടൻ്റെ ഭാര്യ എൻ്റെ ഏട്ടത്തിയാണല്ലോ.
പുറമെ ഏട്ടത്തി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ നീ എനിക്ക്. അവൻ ഭക്ഷണം ചിരിയോടെ പാതി പറഞ്ഞു നിർത്തി. ഡോ നിന്നെ ആ ഇങ്ങനെ ചൂടാവാതെ മുറപ്പെണ്ണേ, ഞാൻ മുഴുവൻ പറയട്ടെ. നീ പറഞ്ഞല്ലോ നിന്റെ നിമ്മി ചേച്ചി എന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കുന്നു. പക്ഷേ സത്യങ്ങൾ അറിയുമ്പോൾ നിന്നെയായിരിക്കും ആദ്യമെല്ലാവരും സംശയിക്കുക. അതുകൊണ്ട് അധികം ആവേശം വേണ്ടേ. നീ ഇന്നലെ കണ്ട പോലെയല്ലല്ലോ, ആകെ ഒന്ന് മിനുങ്ങിയിട്ടുണ്ട്. ഓരോ ദിവസം കൂടുന്തോറും എന്നെ കൊതിപ്പിക്കുക. അവളുടെ ചുറ്റും നടന്നുകൊണ്ട് അഭിജിത്ത് പറഞ്ഞതും വർണ്ണ വെറുപ്പോടെ മുഖം തിരിച്ചു. എന്താളിയാ ഏട്ടത്തിയോട് ഒറ്റയ്ക്കൊരു സംസാരം? പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ട് അഭി തിരിഞ്ഞു നോക്കി. ഷർട്ടിന്റെ സ്ലീവ്സ് മടക്കി സ്റ്റെയർ ഇറങ്ങി വരുന്ന ദത്തൻ പണ്ടത്തെ ദത്തനല്ല അതെന്ന് ഒരു നിമിഷം അഭിജിത്തിന് തോന്നിപ്പോയി. താടിയും മുടിയും വെട്ടിയൊതുക്കി എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള ദത്തനെ കണ്ട് അഭി ഒരു നിമിഷം അമ്പരന്നു. അളിയോ എന്താ ഇങ്ങനെ നോക്കുന്നേ, സ്വപ്ന ലോകത്താണോ? ദത്തൻ അവൻ്റെ തൊട്ടു മുന്നിൽ വന്നു നിന്ന് വിരൽ ഞൊടിച്ചു. അഭിജിത്തിന്റെ മുഖത്തെ ഞെട്ടൽ അപ്പോഴും മാറിയിരുന്നില്ല. ദത്തൻ ഉടനെ വരുമെന്ന് അറിയാമായിരുന്നു, പക്ഷേ ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ആരാണെന്ന് ഇനി അളിയനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അളിയനെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലെത്തി. കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം ഒരു സ്ഥലം വരെ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അളിയൻ വരുന്ന ദിവസം എനിക്ക് കാര്യമായി അളിയനെ സ്വീകരിക്കാൻ പറ്റിയില്ല. സാരല്ല, ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, നമുക്ക് കാണാം. തീർച്ചയായും ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാ എൻ്റെ ഈ വരവും. അത് ചിലപ്പോൾ അളിയനും എൻ്റെ മുറപ്പെടനും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അഭിജിത്ത് കൈകൾ കെട്ടിയെന്ന് പൂജത്തോടെ പറഞ്ഞു. അങ്ങനെ എന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാതെ അളിയ. പകയും പ്രതികാരവും എല്ലാം നമ്മൾ തമ്മിലാ. അതിൻ്റെ ഇടയിലേക്ക് എൻ്റെ പെണ്ണിനെങ്ങാനും വലിച്ചിടാൻ നോക്കിയാ. ദത്തൻ അവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി ദേഷ്യത്തിൽ പറഞ്ഞു. ശേഷം വർണ്ണയുടെ അരികിലേക്ക് നടന്നു. കുഞ്ഞേ, ഞാൻ പോയിട്ട് വരാം. ഇവിടെ നല്ല കുട്ടിയായിട്ടിരിക്കണം, കേട്ടല്ലോ. ദത്തൻ അവളുടെ കവളിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ആ സാമീപ്യം മതിയായിരുന്നു അവളുടെ ഉള്ളിൽ എല്ലാ പേടിയും ഇല്ലാതാക്കാൻ. ഞാൻ നല്ല കുട്ടിയായി ഇവിടെ ഇരുന്നോളാം ദത്താ. അങ്ങനെ വെറുതെ ഇരിക്കില്ല, പഠിക്കണം. ഇത്രയും നാൾ വെറുതെ സമയം കളഞ്ഞു. ഇനി അതിന് ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടി നന്നായിരുന്നു പഠിച്ചോ. വൈകുന്നേരം ഞാൻ വന്ന് ചോദ്യം ചോദിക്കുവേ. അയ്യോ, അന്ന് നാട്ടിൽ പോയ സമയത്ത് ആമി ചേച്ചി ക്ലാസ്സിൽ പോയപ്പോൾ എനിക്കവിടെ വെറുതെ ഒന്ന് ബോറടിച്ചു. അപ്പം ഞാൻ ബുക്കെല്ലാം എടുത്ത് വായിച്ചു നോക്കി. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞാൻ കൊണ്ടുവരാൻ മറന്നതെത്താ. വർണ്ണ മുഖത്ത് നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു അഭി. ദത്തൻ്റെ മാറ്റമാണ് അവനെ കൂടുതൽ ഞെട്ടിച്ചത്. പണ്ടത്തെ ദത്തനല്ലിത്. തന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച ദത്തൻ വർണ്ണക്കരികിലെത്തിയതും എത്ര പെട്ടെന്നാണ് അവൻ്റെ മുഖത്ത് ദേഷ്യം മാഞ്ഞ് വാത്സല്യം നിറഞ്ഞത്. ഭദ്രയും ശിലുവും ദത്തന് വർണ്ണയോടുള്ള സ്നേഹത്തെക്കുറിച്ച് നിമ്മിയോട് പറയുന്നത് കേട്ടപ്പോൾ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. വാക്കുകളേക്കാളും ഉപരി അവൻ്റെ ഓരോ നോട്ടത്തിലും ഭാവത്തിലും വർണ്ണയോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ബുക്കില്ലാതെ നമ്മൾ എങ്ങനെ പഠിക്കുന്നതെത്താ? എന്തായാലും ഇത്രയായില്ലേ, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് പോകും, അപ്പം നമുക്ക് പഠിക്കാം, വർണ്ണ പറഞ്ഞു. ഇതല്ലേ വർണ്ണ മോളെ നിന്റെ ബുക്ക്? ഇതെടുക്കാൻ നീ മറന്നാലും ദത്തേട്ടൻ മറക്കില്ല. അബിക്ക് മൊത്തത്തിൽ ഞെട്ടാൻ മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ. അവൻ സ്വപ്നത്തിൽ പോലും മാമി അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. അബിയുടെ അതേ അവസ്ഥ തന്നെയായിരുന്നു ഏറെക്കുറെ വർണ്ണക്കും. പക്ഷേ അത് ആമിയുടെ കയ്യിലിരിക്കുന്ന തൻ്റെ ബുക്കുകൾ കണ്ടിട്ടാണെന്ന് മാത്രം. എൻ്റെ കുട്ടി മനസ്സിൽ കണ്ടാലേ ഈ ദത്തൻ മാനത്തെ കാണും. അതുകൊണ്ട് എൻ്റെ കുട്ടി ഐശ്വര്യമായിട്ട് ബുക്കുകൾ വാങ്ങിപ്പോയി പഠിക്കാൻ നോക്കുകയും ദത്തൻ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. വർണ്ണ ഇപ്പൊക്കെ അറിയുന്ന അവസ്ഥയിലായിരുന്നു. ഇവള് പാടിക്കുന്നുണ്ടോ നോക്കേണ്ട ഉത്തരവാദിത്വം മാമിക്കാണ്. എന്നാൽ ഞാൻ ഇറങ്ങാം. ദത്തൻ വർണ്ണയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും പാർവതിയും പോവാനായി താഴേക്ക് വന്നിരുന്നു. വർണ്ണയെയും മാമിയെയും ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവൾ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി. കാറിൽ അവളെ കാത്ത് ദത്തൻ എടുക്കുന്നുണ്ടായിരുന്നു. പാർവതി അവനെ നോക്കി പുഞ്ചിരിച്ചു. സാധാരണ മുഖം തിരിക്കാറുള്ള ദത്തൻ അവളെ നോക്കി ഒരു നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു. പാർവതിക്ക് ദത്തൻ്റെ ആ പ്രവൃത്തിയിൽ വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. അവരുടെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. അപ്പം എന്നാ നമുക്ക് പാടിക്കല്ലേ വർണ്ണ മോളെ? ആമി അവളെ കളിയാക്കി. വൈ ദിസ് കൊലവരടി ചേച്ചി. വർണ്ണ അവളുടെ കയ്യിൽ തൻ്റെ ബുക്കുകൾ തട്ടിപ്പറിച്ച് ചവിട്ടി കുലുക്കി മുകളിലേക്ക് പോയി. പിന്നാലെ ചിരിച്ചുകൊണ്ട് പോകുന്ന ആമിയെ നോക്കി അഭിജിത്ത് ഒരു നിമിഷം നിന്നു. താനെന്നാൾ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന ചിന്ത പോലും ഇല്ലാത്തവളെ കണ്ട് അവൻ അതിശയമായിരുന്നു. ആമി കൂടെ തന്നെ ഉള്ള കാരണം വർണ്ണക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പഠിക്കാൻ മടി കാണിക്കുമ്പോൾ ദത്തനെ വിളിച്ച് പറയുന്ന ഭീഷണിയിൽ വർണ്ണ ബുക്ക് നോക്കിയിരുന്നു. ഉച്ചയ്ക്ക് ഭദ്രയും ശിലുവും ക്ലാസ് കഴിഞ്ഞ് വന്നു. കോളേജിൽ ഉച്ചയ്ക്ക് ശേഷം എന്തോ ഫംഗ്ഷനുള്ള കാരണം അവർ നേരത്തെ വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് വർണ്ണയായിരുന്നു.
ഭദ്രയും ശിലുവും വന്നതുകൊണ്ട് വർണ്ണയെ ഇനി പിടിച്ചാൽ കിട്ടില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പഠിക്കാൻ ആമയും പറഞ്ഞില്ല. ഉച്ചയ്ക്ക് ശേഷം അവർ പാടത്തും പറമ്പിലുമായി ചുറ്റിത്തിരിഞ്ഞ് നടന്നു. 3-4 ദിവസം കഴിഞ്ഞ് ആമി തിരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ 3 പേർക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എങ്കിലും കിട്ടിയ 3 ദിവസം അടിച്ചു പൊളിക്കാൻ അവർ തീരുമാനിച്ചു. നിമ്മി സാധാരണ ലീവിന് വരുമ്പോൾ തൻ്റെ പിന്നാലെ വാലുപോലെ ഭദ്രയും ശിലുവും ഉണ്ടായിരുന്നു. പക്ഷെ വർണ്ണ വന്നതിൽ പിന്നെ അവർ കൂടുതൽ സമയം അവളുടെ കൂടെയാണ്. അതിൽ നിമ്മിക്കും ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. വൈകുന്നേരം വിളക്ക് വെച്ച് കഴിഞ്ഞ് ഭദ്രയും ശിലുവും പഠിക്കാനായി റൂമിലേക്ക് പോയി. ആമി വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുകയാണ്. അതുകൊണ്ട് വർണ്ണ റൂമിലേക്ക് പോയി. അവൾ ഹെഡ്സെറ്റിൽ പാട്ട് വെച്ചിരിക്കുമ്പോഴാണ് ദത്തൻ്റെ ഓഫീസിൽ നിന്നും വന്നത്. അവൻ ശബ്ദമുണ്ടാക്കാതെ വന്ന് കയ്യിലുള്ള ലാപ്പും ഫയലും ടേബിളിൽ വെച്ച് അവളുടെ മടിയിലേക്ക് കിടന്നു. ദത്ത, അവൾ അവൻ്റെ നെറുകയിൽ തലോടി. എത്ര ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു? ദത്തൻ ചോദിച്ചതും വർണ്ണയൊന്ന് പരിങ്ങി. നിനക്ക് ഇത് മാത്രമാണ് ചോദിക്കാനുള്ളത്? ഞാൻ ഫുഡ് കഴിച്ചോ, എന്താ ചെയ്യുന്നേ, ഉച്ചക്ക് ഉറങ്ങിയോ, അങ്ങനെ എന്തൊക്കെ ചോദിക്കാനുണ്ട്? അവൾ പറയുന്നത് കേട്ട് ദത്തൻ അവളെ സംശയത്തോടെ നോക്കി. പിന്നെ എൻ്റെ കുട്ടി ഒന്നും പഠിച്ചില്ലെന്ന് ചുരുക്കം. അങ്ങനെയല്ല ദത്ത, ഞാൻ കുറച്ച് പഠിച്ചു, പക്ഷേ എനിക്കത് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. നീ താഴെ പോയി എനിക്കൊരു ചായ എടുത്തിട്ട് വാ, അപ്പോഴേക്ക് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം.